പ്രൈസ് ദി ലോർഡ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ തിരുനാമം ഈ രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ബഹുമാനരായ ദൈവമക്കൾക്ക്, ദൈവദാസന്മാർക്ക് ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. 124 സങ്കീർത്തനം, ഇതിൻ്റെ പ്രാരംഭ വാക്യം ഇങ്ങനെയാണ്: ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ. വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദ വാക്യമാണ് ഇന്ന് രാവിലെ നാം ഇവിടെ വായിച്ച് കേൾക്കുകയുണ്ടായത്. വളരെ സന്തോഷം നൽകുന്ന, ഒന്ന് ചിന്തിക്കേണ്ട, ഒന്ന് ഓർക്കേണ്ട വേദവാക്യമാണ്. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്ന്. ഇവിടെ നാമും ഇന്ന് പകൽ പറയേണ്ട ഒരു വിഷയമാണ്: യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ. അതെ, നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ ഓർക്കാറുണ്ടോ? വൻ ശോധനകൾ, വൻ പ്രയാസങ്ങൾ, രോഗങ്ങൾ, കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, വൈഷമ്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴൊക്കെ പലരും അകന്നുപോയപ്പോൾ, പലരും മാറിപ്പോയപ്പോൾ, പലരും നമ്മെ ഒറ്റപ്പെടുത്തിയപ്പോൾ, പലരും നമ്മെ കുറ്റപ്പെടുത്തി നമ്മുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ നീ പോലും അറിയാതെ, നാം പോലും അറിയാതെ ദൈവത്തിൻ്റെ കരം നമ്മെ ചേർത്ത് പിടിച്ചത് ഓർക്കാറുണ്ടോ? അതിന്ന് രാവിലെ അപ്രകാരം ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നമ്മോട് ഇടപെടുകയാണ്. കുഞ്ഞെ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്തെല്ലാം സംഭവിക്കുമായിരുന്നു. അത് ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെ ഇരുന്നത് കൊണ്ടാണ് കേട്ടോ. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ, ഒരിടയൻ തൻ്റെ ആടുകളെ മാറോട് ചേർത്തണയ്ക്കുന്നത് പോലെ, കുഞ്ഞാടുകളെ തോളത്തെടുക്കുന്നത് പോലെ, ഇന്ന് ഈ ദിനങ്ങളിൽ നമ്മെ തോളത്തെടുക്കുന്ന, നമ്മെ മാറോടണയ്ക്കുന്ന, നമ്മെ കരം പിടിച്ച തമ്പുരാന്റെ സാന്നിധ്യവും തമ്പുരാന്റെ കൃപയും നമ്മളോടുള്ളത് കൊണ്ടാണ് പല പ്രതിസന്ധികളിലും ഞാനും നിങ്ങളും തകരാൻ ഇടവരാതെ വണ്ണം ഇന്നുവരെയും നാം ഈ ഭൂമിയിലായിരിക്കുന്നത്. ഈ സങ്കീർത്തനത്തിനകത്ത് നിന്ന് യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നുവെന്ന് വേഗത്തിൽ ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. രണ്ടാമത്തെ വാക്യം വീണ്ടും പറയുന്നു: മനുഷ്യൻ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ. എല്ലാ കാലഘട്ടത്തിലും മനുഷ്യന്റെ എതിർപ്പ്, അല്ല ദൈവമക്കളുടെ എതിർപ്പ് എന്ന് പറയുന്നത് മനുഷ്യര് തന്നെയാണ്. അപ്പൊ മനുഷ്യർ പലപ്പോഴും നമുക്ക് ശത്രുക്കളായി മാറുന്ന അനുഭവമുണ്ട്, എതിരാളികളായി മാറുന്ന അനുഭവമുണ്ട്. പക്ഷെ അവിടെയും നിന്നെ മാറ്റി നിർത്തുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ചേർത്തു പിടിക്കുന്ന, നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം, അത് ഈ ദിനങ്ങളിൽ അനുഭവിച്ചറിയേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു: അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. ഒന്നാമത്, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ശത്രു മനുഷ്യൻ തൻ്റെ കോപം കൊണ്ട് നമ്മെ എന്തോ ചെയ്യുമായിരുന്നു? വിഴുങ്ങിക്കളയുമായിരുന്നു. നോക്കിക്കേ, ദൈവത്തിന്റെ പൈതല്, ഭക്തനായ ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് കൊണ്ടുവന്നിട്ടു. സിംഹം ദാനിയേലിനെ വിഴുങ്ങിക്കളയുമായിരുന്നു. പക്ഷെ തമ്പുരാൻ തന്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായെ അടയ്ക്കുവാനിടയായി തീർന്നു. ശിംശോന് നേരെയും ബാലസിംഹം അലറിയെടുത്തപ്പോഴും കയ്യിലൊന്നുമില്ലാതിരിക്കെ ആട്ടിൻകുട്ടിയെ പോലെ അതിനെ വലിച്ചു കീറിയതുപോലെ ദാവീദിന്റെ ആടുകളെ പിടിക്കുവാൻ കാട്ടിലായിരുന്നപ്പോൾ കരടിയും സിംഹം വന്നപ്പോൾ അതിനെ ദാവീദ് സംരക്ഷിച്ചതുപോലെ, ഹല്ലേലൂയ, ഇന്ന് പകൽ പലതും നമ്മെ വിഴുങ്ങിക്കളയുമായിരുന്നു. പക്ഷെ വിഴുങ്ങിക്കളയാതെ വണ്ണം യഹോവ നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നു. അതോർത്തിന്ന് രാവിലെ സ്തോത്രം ചെയ്യുന്ന ജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുക. നോക്കുകയും, ഒന്നാമത്, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു.
കൊന്നിട്ടല്ല, നാം ജീവനോടിരിക്കുമ്പോൾ തന്നെ പെരുമ്പാമ്പ് ഇരയെ വിഴുങ്ങുന്നത് പോലെ നമ്മെ വിഴുങ്ങിക്കളയേണ്ട സാഹചര്യത്തില് ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഇരുന്നു. അതിനായി നന്ദി പറയുന്നു. രണ്ടാമത് പറയുന്നു, വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. ഒന്ന്, നമ്മെ വിഴുങ്ങിക്കളയുമായിരുന്നു. രണ്ട്, വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. തുള്ളി തുള്ളിയായിട്ടല്ല നിന്റെ നേരെ വന്നത്, വലിയ പ്രവാഹമായി നിന്റെ നേരെ, ഭവനത്തിനെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ, ആരോഗ്യത്തിനെതിരെ അണപൊട്ടിയൊഴുകുന്നത് പോലെ, ഹല്ലേലൂയ, കടലിൽ നിന്ന് തിര തള്ളിക്കയറുന്നത് പോലെ നിന്റെ നേരെ വെള്ളം തള്ളിക്കയറുമ്പോൾ, കൂടാരത്തിന് നേരെ ഒഴുകിക്കയറുമ്പോൾ, ഇന്ന് പകൽക്കാലം മറക്കരുത് കേട്ടോ. നോഹയുടെ പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉന്നതത്തിൽ ഉറപ്പിച്ചതുപോലെ നിന്റെ കൂടാരം ഒഴുകിപ്പോകാതെ വണ്ണം, നിന്റെ തലമുറ ഒഴുകിപ്പോകാതെ വണ്ണം, നാം ഒഴുകിപ്പോകാതെ വണ്ണം നമ്മെ വചനമാകുന്ന തലങ്ങളില് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തില്, പ്രൊട്ടക്ഷനില് സംരക്ഷിച്ചത് ദൈവത്തിന്റെ കരമാണെന്ന് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. അപ്പൊ വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. അടുത്ത പദം പറയുന്നു, നദി നമ്മുടെ പ്രാണനു മീതെ കവിയുമായിരുന്നു. അതാ ഞാൻ അല്പം മുമ്പ് പറഞ്ഞ്, തുള്ളി തുള്ളിയായിട്ടല്ല വന്നത്, ഒരു പ്രവാഹമായിട്ട് അതിന്റെ നേരെ വന്നത്. ചിറപൊട്ടി ഒഴുകുന്നത് പോലെ, അണപൊട്ടി ഒഴുകുന്നത് പോലെ ഒഴുകി വരുമായിരുന്നു. അത് കവിയുമായിരുന്നു. പക്ഷെ അത് കവിയാൻ ദൈവം അനുവദിച്ചില്ല. അത് നിന്റെ തലയ്ക്കും ഇതെ കടക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവത്തിന് ഇതിലെ പെരുവെള്ളങ്ങൾക്ക് ഇന്ന് രാവിലെ നിന്നെ മുക്കുവാൻ കഴിയത്തില്ല കേട്ടോ. പെരുവെള്ളം നിന്റെ മീതെ കവിയുവാൻ അവൻ അനുവദിക്കത്തില്ല കേട്ടോ. നീ ആഴിയിൽ കടന്നാലും വെള്ളത്തിനകത്ത് കടന്നാലും ഒന്നും നിന്നെ ദഹിപ്പിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഒന്നും നിന്നെ മുക്കിക്കളയാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം എന്താ? യഹോവ എന്റെ പക്ഷത്തുണ്ട്, യഹോവ എന്റെ പക്ഷത്തുണ്ട്. ഓ ഹല്ലേലൂയ. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. പക്ഷെ ഇന്ന് മകൾ കവിയാൻ അനുവദിച്ചില്ല. കാരണം തമ്പുരാൻ നമ്മോട് കൂടെയുണ്ട്. അടുത്ത പദം പറയുന്നു, നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കായികയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ ശത്രുവിന്റെ ഹല്ലേലൂയ പല്ലിന് ഇരയായി കൊടുക്കായികയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പൊ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയേണ്ടതാ. അവരുടെ പല്ലിൽ നാം ഇരയായി തീരേണ്ടതാ. ദാനിയേലിനെ സിംഹം വിഴുങ്ങിക്കളയേണ്ടതാ. ദാവീദിനെ സിംഹം വിഴുങ്ങിക്കളയേണ്ടതാ. ശിംശോനെ വിഴുങ്ങിക്കളയേണ്ടതാ. പക്ഷെ അതിനൊന്നും അവരുടെ പല്ലിന് ഇരയായി കൊടുക്കായിക കൊണ്ട് നമ്മയും അപ്രകാരം ഒരു കോവിഡിനും, ഒരു ക്യാൻസറിനും, ഒരു ബുദ്ധിമുട്ടുകൾക്കും, ഒരാപത്തിനും, ഒരനർത്ഥത്തിനും വിട്ടുകൊടുക്കാതെ ദൈവം വിടുവിച്ചത് കൊണ്ട് യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേട്ടക്കാരന്റെ കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. കെണി പൊട്ടി നാം എന്താ ചെയ്തിരിക്കുക? വഴുതി പോന്നിരിക്കുക. പ്രിയമുള്ളവരെ, വേട്ടക്കാരൻ ഒളിച്ച് കണി വെക്കുന്നത് പോലെ ശത്രു വെച്ച ഒരു കണിക്കകത്തും അകപ്പെടാൻ ദൈവം നമ്മെ അനുവദിച്ചില്ല. തന്ത്രങ്ങളുണ്ട്, ആലോചനകളുണ്ട്, പദ്ധതികളുണ്ട്, പ്ലാനുകളുണ്ട്. പക്ഷെ ഒരു പ്ലാനും നിന്റെ നേരെ ഉയരുവാൻ ദൈവം അനുവദിച്ചില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ പറ, ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നതിന് പ്രധാന കാരണം ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ല, നാട്ടുകാരും വീട്ടുകാരും ജോലിയും പണവും വിദ്യാഭ്യാസവും ഉള്ളത് കൊണ്ടല്ല, യഹോവ എന്റെ പക്ഷത്തുള്ളത് കൊണ്ടാണ് കേട്ടോ. മറക്കല്ലേ ദൈവത്തിന്റെ പൈതലേ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുമായിരുന്നു. യഹോവ നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട് ഈ പറഞ്ഞ എല്ലാ പ്രശ്നത്തിൽ നിന്നും നീക്കുപോക്ക് ദൈവം നൽകി, ഉദ്ധാരണം കർത്താവ് നൽകി, വിടുതൽ കർത്താവ് നൽകി, മാറ്റങ്ങൾ കർത്താവ് നൽകി, വ്യത്യാസങ്ങൾ കർത്താവ് നമുക്കായി ഒരുക്കി. അതുകൊണ്ട് ഇത്ര നല്ലവനാം പ്രിയനെ, ജീവിതത്തിന്റെ എല്ലാ വേദികളിലും, എല്ലാ അനുഭവങ്ങളിലും, എല്ലാ സാഹചര്യത്തിലും അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഒരിക്കൽ കൂടെ നമുക്ക് പറയാം, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ നമ്മെ വിഴുങ്ങുമായിരുന്നു, നമ്മെ മുക്കിക്കളയുമായിരുന്നു, പല്ലിനിരയായി കൊടുക്കുമായിരുന്നു, നീ തകർന്നു പോകുമായിരുന്നു. പക്ഷെ അതിനിട വന്നില്ല. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെ ഭയപ്പെടും? യഹോവന്റെ ജീവന്റെ വില ഞാൻ ആരെയും പേടിക്കും. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ ഇന്ന് രാവിലെ അറിയട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മാറാനാഥ.